ഹലോ ഗൈസ്, ഹലോ. എടാ എവിടെയാണ് എല്ലാരും? സ്കേറ്റിംഗ് ബോർഡും ഉണ്ടോ? നോക്കിയേ ഇതണ്ടാ വന്നില്ല സ്കേറ്റിംഗ് ബോർഡാ? ഞാൻ ഗ്യാങ് ഹൗസിലുണ്ടാ. പറക്കാനൊക്കെ പറ്റും, പല പല ടൈപ്പ്. എന്താടാ അന്ന് ഇത് കണ്ടെ ബാക്ക് നോക്കി, ബാക്കിൽ നോക്കി. കൊള്ളാൻ കേട്ടോ, നല്ല ബോർഡ്. അണ്ണ നമുക്ക് അണ്ണന് വേണ്ടിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. എടാ ഒന്ന് ഗ്യാങ് ഡ്രസ് ഇട്ടിട്ട് വരാം. എടാ LX എടാ അവന്റെ PC സെറ്റ് ആവുന്നേ ഉള്ളൂ കൈസ്. അവന്റെ PC ഒക്കെ സെറ്റ് ആവുന്നതേ ഉള്ളൂ. ഇന്ന് വൈകുന്നേരത്തേക്കിന് വരാമെന്നാ പറഞ്ഞത്. അവന്റെ വീട്ടിലെന്തോ പവർ പ്ലഗോ എന്തോ സെറ്റ് ചെയ്തോണ്ടിരിക്കുക. അവന് PC ജസ്റ്റ് ഓൺ ആക്കി ഡയറക്റ്റ് ഇത് കൊടുത്ത് ഓൺ ആക്കിയതേ ഉള്ളൂ. അവനതാ വരാത്ത. ന്യൂ കോലീഡർ മുച്ചിറി. ഓ അത് നല്ലൊരു സജഷൻ ആണ് കേട്ടാ. എടാ ഒരു ദുഃഖവാർത്ത ഉണ്ട് റേഡിയോയിൽ എല്ലാവരുടെ അടുത്തുമായിട്ട് പറയാണ്. നമ്മുടെ കോലീഡറിന് പെർമനന്റ് ബാൻ ആണ് സിറ്റി ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു കോലീഡർ വേണം എന്തായാലും. ഉടനെ തന്നെ ഒരു മീറ്റിംഗ് വെക്കാം. നമുക്കൊരു കോലീഡറിനെ മസ്റ്റായിട്ട് വേണം. നമുക്ക് എല്ലാവരുടെ അഭിപ്രായം കൺസിഡർ ചെയ്തിട്ടേ ഒരു കോലീഡറിനെ തിരഞ്ഞെടുക്കാം. നല്ലൊരാള് എന്റെ കൂടെയോ? ആരാ? ഹലോ ഹലോ ബ്രോ, പേരെന്താ? എടാ ഞാൻ ഡ്രസ് ഷോപ്പിൽ ഈ ഡ്രസ് ഷോപ്പ് സത്യം പറഞ്ഞുണ്ടല്ലോ ട്രോ. ഇവിടെ എപ്പോ വന്നാലും അടി പൊട്ടും. ഇവിടെ എപ്പോ വന്നാലും അടിയാണ്. സോറി വള്ളിയായി അടിയായി ആൾക്കാരെ വിളി. ഹലോ ഒന്നും കണ്ടുകൂടാ. ഹലോ കത്തിയോ? ജാക്കറ്റ് ടിവിയുടെ ഹുഡി മാത്രം ഇല്ല, ബാക്കി എല്ലാ ഹുഡിയും ഉണ്ട്. KVയുടെ ഹുഡി എന്ത് ചെയ്യാ? അത് മാറ്റുമ്പോഴാണ് നമ്മളെ ഹുഡി വരുന്നത്. കണ്ട ഇത് തന്നെ. ഓ അയ്യോ, തുണിയില്ലാതെ നടന്നാലും വേണ്ടിയില്ല, അതിട്ടോണ്ടൊക്കെ നടന്നു കഴിഞ്ഞുണ്ടല്ലോ. പർച്ചേസ് ഡ്രസ് സേവ് ചെയ്യാം. ഒരു മിനിറ്റ് മാറിയില്ല. ഇനി ഒരു ഡ്രസ് കൂടെ സേവ് ചെയ്യൂലേ? പേരെന്താ ബ്രോ? പേരെന്താ? എന്തൊക്കെ അറിയണം? ഗ്യാങ്സിലോട്ട് പോടാ. പോ ഗ്യാങ്സിലോട്ട് പോ. പേരുന്നാളും അറിയാൻ നിൽക്കുന്നത്. നീ കല്യാണം കഴിക്കാൻ പോണോ അവനെ? പോ. അതെന്താ വല്ലാത്ത കുഴപ്പമെന്ന് പറഞ്ഞേ? ആര് പറഞ്ഞു? അത് കേട്ടില്ല. ഇല്ല. ആരാ വല്ലാത്ത കുഴപ്പമെന്ന് പറഞ്ഞേ? ആരാ പറയാ? ബ്രോ ആണോ വല്ലാത്ത കുഴപ്പമെന്ന് പറഞ്ഞേ? ബ്രോ പേര് വെച്ചെന്ന് പറഞ്ഞ വല്ലാത്ത കുഴപ്പമെന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നിയതാണ്. പുള്ളിയല്ല പുള്ളി തോന്നിയാടാ. കുഴപ്പമില്ല ബ്രോ, ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ ചില്ലായിട്ട് നടക്ക്. ഇവനെ പോലത്തെ വള്ളി പിടിക്കാൻ വേണ്ടി മാത്രം സിറ്റി കയറുന്ന കുറെ അമ്മമാരുണ്ട്. കണ്ണി കണ്ട പിസ്റ്റലിനോ ബാറ്റിനോ അടിച്ചിടണം. ഇനി പീരങ്കി കൊണ്ട് വന്നാലും എന്നെ 1v1 അടിച്ചിടാൻ പറ്റുവാണോ അതിനൊക്കെ? സാഷ ഇവിടെ ഉണ്ട്, ഞാൻ വിളിച്ചോണ്ട് വരാം. ഇപ്പൊ വന്നിട്ട് സാഷ ഉറങ്ങും. സാഷ ഉറങ്ങി എണ്ണീറ്റിട്ടൊക്കെയാണ് നിന്നെ അടിച്ചത്. പറഞ്ഞു ഓ നിനക്ക് ഇപ്പൊ അടി പൊട്ടിക്കണം. ഞാനിപ്പോ കണ്ണെടുത്ത അവനെ ഡൗൺ ആക്കാം. കണ്ണപ്പി അറിയോ? അടിയോ അവനെ. കണ്ണപ്പി അടി. ആരെങ്കിലും അടിച്ചോ? വണ്ടി കേറാ.
ആണോ നമ്മളൊന്ന് വണ്ടി കൊണ്ട് ചാരി ഇരിക്കണ കണ്ണാപ്പി ഞാൻ അലിനി വിട്ടോ നീട്ടത് നിന്റെ ഒരു അഭിപ്രായത്തില് ടിവിയുടെ അടുത്തൊരു കോ ലീഡർ പൊസിഷനിലേക്ക് വരാൻ നീ ആരെയായിരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത്? എന്താടാ കേക്കുന്നില്ല? ഹലോ എടാ മൂളെന്ന് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഹലോ ഇടത്തോട്ട് നോക്കിയേ. ആ നിന്നെ കാണാൻ പറ. കണ്ടിട്ട് ആരായിട്ട് തോന്നുന്നു? എന്നെ കണ്ണാപ്പിയായിട്ടാണ് തോന്നുന്നു. വേറെ ആർക്കാ ഉള്ളത് സിറ്റിയില്? ഡിസേർവ്ഡ് ആണെങ്കിൽ എന്നാ ഞാൻ പറയാലോ, സിറ്റിയിലെപ്പോഴും ആക്റ്റീവ് എല്ലാം കൊണ്ടും ഡിസിഷൻ മേക്കിംഗ് ഒക്കെ മനസ്സിലായോ? വെള്ളം തരും അതൊരു പയ്യൻ. ഞാൻ എല്ലാരും പറയുന്നത് ഞാനാണ്. സ്വന്തമായിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. വേറെ ആരെങ്കിലും ഒരാളെ പറ. നിന്റെ പേര് വേറെ ആരെങ്കിലും പറയാനേ ആക്കാം. ബോബോയ് ബോബോയ് സജഷൻ. വില്ലുമോനെ നിന്റെ ഒരു സജഷൻ ആയിട്ട് ഇല്ല ഒരാളെ പറയടാ. എന്റെ നീലൻ നീല. ഇപ്പൊ എല്ലാരും കൂടെ എനിക്കിട്ട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അണ്ണ എന്നെ ആക്കുവണ്ണ. ഉറപ്പായിട്ടും മൾട്ടിപ്പിൾ ആൾക്കാർ നിന്റെ പേര് പറഞ്ഞാൽ ഉറപ്പായിട്ടും ആക്കും. കോഹ്ലിയുടെ ആവണ്ട. കോഹ്ലിയുടെ വേണ്ട. ലീഡർ ആക്കണോ പിന്നെ? അങ്ങനത്തെ നീ കൺസൈൻമെന്റ് കളിക്കുന്നുണ്ടോ? കളിക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ? കളിക്കാൻ താല്പര്യമുണ്ട്. അത് ചോദ്യം. ഞാൻ ലൈനപ്പ് ഇപ്പൊ ഇടാൻ വെയിറ്റ്. ഞാൻ ലൈനപ്പ് വന്നിട്ടോട്ടെ. സമയം തരണേ. ദയവേത് വേറെ ആരുടെ പേര് പറയല്ലേ. ഞാൻ ഓരോരുത്തരെ ഇടുന്നതിനനുസരിച്ച് റീസെന്റ് ആക്കിക്കൊണ്ടിരിക്കുക. ദയവേത് വേറെ ആരുടെ പേര് സ്പാം ചെയ്യരുത്. ഞാൻ കറക്റ്റ് ഒരു ലൈനപ്പ് അവൈലബിലിറ്റി അനുസരിച്ച് ഉച്ചയ്ക്ക് തൊട്ടേ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞു ഇടുന്ന ലൈനപ്പാ. അപ്പൊ ദയവേത് ഓരോരുത്തരുടെ പേര് പറയാം. ചൂടെന്താണാ കേട്ടത്? എന്ത് ദുഷിച്ച ചിന്താഗതി. ആയാ എടാ ഞാൻ ലൈനപ്പ് ഇട്ടിട്ടുണ്ട്. ഈ പേറ്റിറക്കാൻ ആരാണ്ട ഇങ്ങോട്ടേക്ക്? നിന്റെ അപ്പൊക്കെ ടി വിന്ന് പോയി. അവനെ പറഞ്ഞു വിട്ട് അഡ്മിനെ തൊള്ളക്ക് വിളിക്കുന്നോന്നൊന്നും നമുക്ക് ഇവിടെ കളിപ്പിക്കാൻ പറ്റത്തില്ല. അവനെയൊക്കെ പറഞ്ഞു വിട്ട് നിന്റെ അപ്പനെ നോക്കി ഇനി മേലെ മേലെ അവിടെ വന്നേക്കരുത്. ഞാൻ പറഞ്ഞല്ലോ നിന്റെയൊക്കെ വീട്ടിൽ നിന്റെ നശിച്ച അവിടുത്തെ കുണം നമ്മൾ ഇന്നലെ മനസ്സിലാക്കി. കുറെ ചന്തമേരികളും അല്ല. അത് നടന്നതപ്പുറമല്ല. അതിന് മുമ്പേ നിന്റെ അപ്പ ഇവിടുത്തെ ദൈവത്തിന് തപ്പാ പേസിട്ടെ. അതുകൊണ്ട് അപ്പായ്ക്ക് ഇനി 999 ദിവസം കഴിഞ്ഞിട്ട് 1000 days കഴിഞ്ഞിട്ടും തിരികെ വരാൻ പറ്റുള്ളൂ. സൂര്യൻ ഒരു കാര്യം ചെയ്യും. നിന്റെ ആ ടീഷർട്ടിലെ ഫോട്ടോയിൽ ഒരു മാലയും കൂടെ ഇട്ടോ. ചുണ്ടിലൊരു സാമ്പ്രാണിത്തിരി കത്തിച്ചു നോക്ക്. അപ്പാവെ കൂട്ടിക്കൊണ്ട് എനിക്ക് താല്പര്യമില്ലടാ. അപ്പാവെ കൂട്ടി വേറെ കഴിവുള്ള ആൾക്കാർ വരും. കഴിവുള്ള ആങ്കർ മാനേജ്മെന്റ് ഇല്ലാത്തവന്മാരെ ഒന്നും നമുക്ക് ഇവിടെ എൻകറേജ് ചെയ്യാൻ പറ്റത്തില്ല. കേട്ടോടാ ഡ്യൂപ്ലിക്കേറ്റ് തന്തയുള്ളവനെ. സോറി പറ അവനോട്. സോറി പറ. സോറി സൂര്യബോസ് പറ. നിനക്കൊരു ഡാഡിയുടെ വില അറിയോടാ കണ്ണാപ്പി? നമ്മളറിഞ്ഞല്ലോ വളർന്നത്. അതുകൊണ്ട് അത് അറിയാത്തവർക്ക് അതിന്റെ വില മനസ്സിലാകത്തുള്ളൂടാ. ഒരു ഡാഡിയുടെ വില നിനക്ക് അറിയത്തില്ല. എന്താടാ? അപ്പ അമ്മയെ വിളിച്ചിട്ട് വന്നോ? എടാ നിന്നോട് അപ്പാവക്ക് ഇന്ത സിറ്റിയിൽ ഇനി വര മുടിയാത്. ആ അത് എനിക്ക് പേശിയാൽ ഒന്നും അത് ശരിയാവത്തില്ല ഒരിക്കലും. മനസ്സിലായ?
ആയോ വേണ്ട. നിന്റെ ഇന്നലെ കുടുംബത്ത് വന്നപ്പോ അവിടെ ഒരു മാമി നിന്ന് വലിയ വർത്താനം പറഞ്ഞു കണ്ടല്ലോ, മറ്റേ കോടിയുണ്ട്, ആനയുണ്ട്, പിണ്ടമുണ്ട്, ആനയ്ക്ക് ചന്തിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ പറഞ്ഞല്ലേ. പുള്ളിക്കാരോട് പറ ആനയുടെ ചന്തി മുറിച്ച് വിറ്റിട്ട് നിനക്ക് ഫുഡ് മേടിച്ചു തരാൻ. അതൊക്കെ 27 മണിക്കൂർ നമ്മള്. ഓക്കെ, അമ്മയുണ്ടല്ലോ, അപ്പാ പാസ്ത ഞാൻ തരാം. നിനക്ക് എന്താ, നിനക്ക് സ്നേഹം വേണോ? അല്ലല്ല, ഞാൻ ഈ താഴ്ത്തിക്കാണ് എയിം ചെയ്തേ, ദേ ഇവിടേക്കാണ് എയിം ചെയ്തേ. എന്തിനു കണ്ണെടുക്കണം ഇപ്പം? ഞാൻ അറിയാണ്ടെടുത്താ. വെരിവിരിപ്പോ അവന് നിനക്ക്. അവനല്ല അവനല്ല അതല്ല അതല്ല കണ്ണാപ്പി കേക്കുന്നില്ല. ഞാൻ അവനെ വെടിവെച്ച് ഒന്നും കൊണ്ടിട്ടില്ല, എനിക്ക് ബ്ലിങ്ക് പോലും വന്നിട്ടില്ല. വേറെ ആരോട് വെടിവെച്ചേടെ. എടാ ഇത് സ്റ്റീവാ, എന്റെ അഭിപ്രായത്തിൽ ഇത് സ്റ്റീവാ, എന്റെ അഭിപ്രായത്തിൽ ഇത് സ്റ്റീവാ. ഇത് വേറെ ഞാൻ പറഞ്ഞില്ലേ സ്റ്റീവാ ഇത്, കണ്ടാ? എടാ കണ്ണാപ്പി ഞാൻ വെടിവെച്ചില്ല, എന്റെ വെടി കൊണ്ടിട്ടില്ല. ആർക്കാ കില്ല് കിട്ടിയത്? ആർക്കാ കില്ല്? എടാ വെടിവെച്ചത് കൊണ്ടില്ല. നിനക്ക് നീ ഇപ്പൊ ആവേശവെടിയനാവുന്നുണ്ടേ നീ. അണ്ണ എനിക്ക് കിട്ടിയ അതാരാ വെടിവെച്ചപ്പോ? എടാ ഇതുപോലത്തെ ആങ്കർ മാനേജ്മെന്റ് പ്രശ്നമുള്ളവരാടാ കൺസൈൻമെന്റ് പുഴുത്തി അവിടെ കൊണ്ടുപോയത്. എടാ സ്റ്റീവേ, നിനക്ക് അറിയാലോ ഇവന്മാർക്കൊന്നും ആങ്കർ മാനേജ്മെന്റ് ഇല്ല, മനസ്സിലായോ? നമ്മുടെ കോഹ്ലിയുടെ പോലും അതില്ല, കോഹ്ലിയുടെ പോലും അതില്ലാത്തോണ്ടാണ് പുള്ളി പോയത് സിറ്റി. പക്ഷെ ഞാൻ കാര്യം പറയട്ടെ സ്റ്റീവ്, ദൂരെ നിന്ന് നിൽക്കാൻ വേണ്ടിയായിരുന്നു സ്റ്റീവ്, കോൺഗ്രസ് അല്ലായിരുന്നു. കറുപ്പും ഇട്ടാ വന്നു കേട്ടാ. ഗയ്സ് ഒരു മിനിറ്റ്, ഞാൻ ലൈനപ്പിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. ഇരിയണ്ണല്ലേ? അല്ല ആരെ വെടിവെച്ചേ? കൺസൈൻമെന്റ് 10:50 കേട്ടോ. സ്റ്റീവ് വേറെ ആര്? ശിവ തന്നെയാണോ വെടിവെച്ചേ? ഞാനൊന്നും ലൈനപ്പ് ഏറ്റവും വെളിയിൽ നാളെ നോക്കി സ്റ്റീവ് അങ്ങ് അടിച്ച്. ഇവനല്ലേ കൊണ്ടത്? അല്ലല്ല എനിക്ക് അയ്യോ ഈ ലൈനപ്പ് ഞാൻ എങ്ങനെ ഇടുവടേ? ആരെ മാറ്റി എല്ലാണ്ണും ബെസ്റ്റ് ചൂസ് ചെയ്യാൻ പോലും പറ്റണം. നേരത്തെ ഇങ്ങനെയല്ലായിരുന്നു, നേരത്തെ ലൈനപ്പ് ഇടാൻ പറ്റില്ലായിരുന്നു. ഇതിപ്പോ ഒരുത്തനെ മാറ്റാൻ പറ്റൂല, എല്ലാ എണ്ണവും കിടിലും. ഒരു മഴയാ വന്ന് എനിക്ക് അങ്ങോട്ട്. ഒരു മിനിറ്റ്, ഇന്ന് എനിക്ക് വേണ്ടി ഉറക്ക സാക്രിഫൈസ് ചെയ്യണം കേട്ടോ ജുബ്രു. സോറി ഒരു കുടുംബ കുട്ടികളൊക്കെ എനിക്ക് ഉറക്കണം. ഉറക്കം കളഞ്ഞുള്ള പരിപാടിയൊന്നും ഇല്ല, ഇതൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് പറഞ്ഞ. ഇത് ചത്ര ഒറ്റ ദിവസം വന്നിട്ട് 24 ആന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവുന്നു? ലൈനപ്പ് ഞാൻ പറയാം, ലൈനപ്പ് ഞാൻ പറയാം. ലൈനപ്പ് ഇന്ന് ജുഗ്രു, ഞാന്, ഡോർക്കി, നീലൻ, മന്ദാര, സാവേജ്, സ്നൈപ്പ്, ഡീമന്, കില്ലോ, സ്റ്റീവ്, ഏബല്, ജൂഡ്, ആഷ്, സെക്കൻഡ്. സാധനം കേട്ടോ, ക്ലീൻ ആയിട്ടാ തോന്നുന്നത്. കണ്ണാപ്പി ഒരു കാര്യം പറയട്ടെ. കണ്ണാപ്പി ഓ അണ്ണാ, ഓ ഒന്നിങ്ങോട്ട് വന്നേ. നീലനൊക്കെ പറഞ്ഞടാ. ഹലോ. എടാ ഇന്നൊരു പരീക്ഷണമാണേ, മനസ്സിലായോ? എന്താണ്? ഞാൻ വില്ലൂന് ഇട്ടില്ല. ഞാൻ വില്ലൂന് ഇട്ടില്ല ലൈനപ്പില്. എന്നെ വഴിയില്ല. എടാ ഒരു മിനിറ്റാടാ. എന്നാ പിന്നെ ഞാൻ മാറാം ഗൈസ്, അതായിരിക്കും നല്ലത്. ഞാൻ മാറാം, ഇവന്മാരെ വെറുതെ ബാഡാക്കണ്ട. ഞാൻ ആരെ മാറ്റൂടാ ഇതിനകത്ത്?
കണ്ണാപ്പി ഒറ്റ പോടാ, അവനോട് കളിക്കാൻ പറഞ്ഞല്ലേ. വെയിറ്റ്. നമ്മുടെ പിള്ളേരല്ലടാ, പറഞ്ഞാൽ മനസ്സിലാവൂടാ അവന്മാർക്ക്. അവന്മാരൊന്നും അങ്ങനെ മറ്റേ ഈഗോയിസ്റ്റിക് അല്ല, മനസ്സിലായ? എടാ വില്ലു, ഞാൻ ഇട്ടിട്ടുണ്ടേ നിന്നെ ലൈനപ്പില്. കണ്ണാപ്പി, ഞാൻ നിന്നോട് കാര്യം പറയാന്ന് പറഞ്ഞാ, ഇന്ന് നീ എത്ര പിക്ക് എടുക്കുന്നോ അതിനനുസരിച്ചായിരിക്കും നിന്റെ ഇനിയുള്ള ലൈനപ്പ്. LX ഇല്ല, LX ഇല്ല. കോച്ചിനെ മാറ്റുന്നോ ബ്രോ? കോച്ചിന് ഗെയിം പ്ലേ കാണാറുണ്ടോ? കോച്ച് ഇപ്പൊ കളിക്കുന്നത് കാണാറുണ്ടോ? ഇതെന്താ പറയണേ? യൂട്യൂബിൽ വേറൊരു ലൈവ് പ്ലേ ചെയ്യുന്നുണ്ട് കേരള കമ്മ്യൂണിറ്റി. എന്റെ ലൈവോ ഇതേപോലെ എടുത്ത് വെച്ച് സ്ട്രീം ചെയ്യണോ? സ്ട്രൈക്ക് കൊടുക്ക. ഞാൻ ആ ചാനൽ കളയാം, നാളെ കളയാം ചാനൽ. അണ്ണന്റെ അതേ സാധനം യൂട്യൂബിൽ എടുത്തിരുന്നു. കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ. ഇല്ല സ്ട്രൈക്ക് കൊടുക്ക. ഞാൻ മറ്റേ സ്ട്രൈക്ക് കൊടുത്തോളാം. ഞാൻ ഡിലീറ്റ് ചെയ്താക്കിക്കോളാം, കുഴപ്പമില്ല. അതോടെ എടാ ഇങ്ങോട്ട് വന്നടാ, ഡീമിന് ഇങ്ങോട്ട് വന്നടാ. എടാ ഒരു മിനിറ്റ്. അണ്ണാ ഇത് ഹലോ കുട്ടി സംസാരിച്ചു. അണ്ണനെ അറിയാൻ പറ്റും തോന്നുന്നു അണ്ണാ. ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുത്താണോ ഇത്? റബേക്ക. എപ്പ എത്തി? ശരിയാ, നമ്മൾ ഒരു വട്ടം ചോദിച്ചാണല്ലേ അത്. ഇല്ല ഇപ്പൊ കംബാക്ക് ആണോ? ഫോൺ എടുക്കണേ, നമ്പറൊക്കെ തരാം. എന്റെ നമ്പർ ഉണ്ട് റബേക്കയുടെ. എന്താ പരിപാടി? ഞാൻ വണ്ടി ഇല്ല അണ്ണാ, ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ട് വണ്ടി കിട്ടാൻ. ഞാൻ നടക്കായിരുന്നു. കൊടുക്കേണ്ടത് കാരണം നമുക്കറിയാലോ, അവരെ അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അയ്യോ അത് കുഴപ്പമില്ല, അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല. ശരിയപ്പേട അത് ചന്ദ്രന്റെ മോൻ ചന്ദ്രന്റെ. എന്തൊക്കെയുണ്ട് വിശേഷം? അണ്ണാ അത് ചന്ദ്രന്റെ മോനാണെങ്കിൽ അണ്ണന്റെ മോനൊന്നും ആയില്ലല്ലോ. എന്റെ കല്യാണം പോലും കഴിയണ്ടേ, ഞാനിപ്പോഴും സിംഗിൾ അല്ലേ റബേക്ക? നാട്ടുകാര് പലതും പറയാം റബേക്ക. ഇതൊക്കെ എങ്ങനെ കേട്ട് വിശ്വസിക്കാൻ പറ്റും ആൾക്കാർക്ക്? പിന്നെ അത് തന്നെ റബേക്ക. എടാ നീ മെമ്പറായിട്ട് നിന്നാ, നീ ജോക്കിയുടെ അച്ഛൻ കളിക്കരുത്, മനസ്സിലായ? നീ അവിടെ നിക്ക്. ഞാൻ തീരുമാനിച്ചില്ല, ഞാൻ ചിലപ്പോ അകത്ത് കൊണ്ടുപോകും. നീ എന്റെ അടുത്ത് ചോദിക്കണ്ട, മനസ്സിലായ? നീ അവിടെ നിൽക്കും സൈഡില്. വാ റബേക്ക, എന്നാ ഗ്യാങ്സിൽ ഒന്ന് കേറിട്ട് വാ. ഇല്ല ജോക്കി ഇല്ല ഇവിടെ. ജോക്കി ഇവിടെ ഇല്ലല്ലോ. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. എവിടെയായിരുന്നു? നമ്മള് മൊത്തത്തിൽ ഇതായിട്ടാണ് നടക്കണത്. പിള്ളേരുടെ ജെൻസി പിള്ളേരുടെ കൂടെ പിടിച്ചിരിക്കണ്ടേ. ഇവിടെ ഇപ്പൊ വന്നിട്ട് ആൾക്കാരൊക്കെ പരിചയമൊക്കെ ആയോ? അണ്ണ ഇവിടെ നിക്കാൻ പറ്റത്തില്ല. ഈ ആമ്പിള്ളയുടെ ശല്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റില് മുഖംമൂടി ഇട്ടാ നടക്കുന്നത്. ഇടയ്ക്ക് ഞാൻ സ്റ്റക്കായിട്ട് ഇരിക്കും, സ്റ്റാച്ചു പോലെ. പോന്നെങ്കിൽ പോട്ടെന്ന് വിചാരിച്ചിട്ട് പോത്തില്ല. പുതിയതാണോന്ന് അറിയാൻ വേണ്ടി നിൽക്കാം. അത് ശരിയാ. അത് എല്ലെണ്ണ
എലി ഞാനൊരു റിലേഷൻഷിപ്പിലായിരുന്നു റബേക്ക. എന്നിട്ട് നമ്മളെ മറ്റേ ഈ വൃത്തികെട്ട രീതിയിലൊക്കെ ഈ കമ്പാരിസൺ നടത്തുമല്ലോ നമ്മള്. അവൻ ഇങ്ങനെയാണ്, അവൻ നല്ലതാണ്, അവന് അത് വാരി എറിഞ്ഞ് അവൾ എൻ്റെ അടുത്തോട്ട്. അപ്പോഴത്തേക്കിനും എനിക്ക് വെറുത്ത് ഞാൻ ബ്രേക്കപ്പ് ആക്കി കളഞ്ഞു, ഇഗ്നോർ ആക്കി. ഇന്നലെ കല്യാണം അണ്ണന്റെ പറയുന്നുണ്ടായിരുന്നു ആൾക്കാര്. ചന്ദ്രന്റെ കല്യാണം നിശ്ചയമല്ലായിരുന്നോ? ചന്ദ്രന് വേണ്ടാന്ന് പറഞ്ഞു ലാസ്റ്റ്. അപ്പൊ കൊച്ചു ചന്ദ്രൻ അതൊക്കെ എല്ലാം ലൈവ് ബ്ലാസ്റ്റ് ആണ്. എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. അതൊക്കെ ചന്ദ്രന്റെ ഇഷ്ടമല്ലേ, നമുക്ക് ഒന്നും പറയാൻ പറ്റൂലല്ലോ. ഈ കല്യാണം കഴിച്ചാൽ മാത്രമേ കൊച്ചുണ്ടാവുന്നുള്ളൊരു ഇതില്ലല്ലോ. കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ, കൊച്ചായാലും. ഓൾറെഡി ആയി. പക്ഷെ നമ്മളത് നമ്മുടെ തറവാട്ടി പറഞ്ഞവരായതുകൊണ്ട് നമ്മളത് കുടുംബത്തോടെ ചേർന്നങ്ങ് നടത്തി കൊടുക്കാമെന്നുള്ള രീതിയിൽ നിന്നതാ. അപ്പൊ അവർക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് പറയാനാ. ജോക്കി സമ്മതിച്ചപ്പോ ജോക്കിയാണ് സമ്മതിച്ചത്. ജോക്കി സമ്മതിച്ചാണ് നടത്താൻ പോയത്, മനസ്സിലായ? എന്തോ ഒരു മിസ്റ്റേക്ക് ഇല്ലേ? പക്ഷെ ജോക്കിയുടെ മനസ്സ് അലിഞ്ഞിട്ടാണ് നടത്താന്ന് പറഞ്ഞത്. അപ്പൊ അണ്ണന്റെ കല്യാണം കാണോ? നമ്മളങ്ങനെ ഇതുവരെ ഒരു പെണ്ണിനെ സെറ്റ് ചെയ്തിട്ടില്ലല്ലോ റബേക്ക. ഈ നാട്ടിൽ ഇത്രയും പെൺപിള്ളേരെ കണ്ണൻ ഒന്നിനെ പോലെ നോക്കിയിട്ടില്ല. ഓ എന്തൊരു തെറുതിയാ, 10:45 10:50 അല്ല നമുക്ക് കൺസ്യൂമർ ഇല്ല, സംസാരിച്ചിട്ടുണ്ട്. പോവാം, അവര് വെയിറ്റ് ചെയ്യും. ഈ ഗണ്ണൊക്കെ തരുന്ന ആൾക്കാര് നമ്മുടെ പയ്യന്മാരെ അറിയാവുന്ന ആൾക്കാരെ, അവര് വെയിറ്റ് ചെയ്യും. പറ മന്ദാരം. ഇതെന്താ പൂച്ചയൊക്കെ ആയിട്ട് നടക്കുന്നേ? അത് അവന്റെ പൂച്ചയാണ്. 10:30 ചെല്ലണമെന്ന് പറഞ്ഞേ. മന്ദാരേ എപ്പോഴാ എത്തേണ്ടത്? 10:50 നമ്മ കറക്റ്റ് അവിടെ റിപ്പോർട്ട് ചെയ്യണം. എന്നാ ഒരു കാര്യം ചെയ്യും, കണ്ണാപ്പി നീ ഇപ്പൊ നിന്റെ അച്ഛനെ വിളിച്ചോണ്ട് 10:30 മിസ്റ്റർ എക്സിന്റെ അവിടെ ചെന്നിട്ട് എന്റെ തന്തയാന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിരിക്കും. അപ്പോഴത്തേന് 10:50 ആകുമ്പോഴത്തേനും ഞാൻ വരാം. ഹലോ. ഈ പയ്യന്മാരുടെ ഓരോ കുറുമ്പുകളാണ് ഇതൊക്കെ. എത്ര പിള്ളേരുണ്ട് ഇപ്പൊ? ഇപ്പൊ നമ്മളെല്ലാവരും ഒരു 10-35 പേരുണ്ട്. എടാ എല്ലാം പാടെ കേറാൻ പറയണ ലൈനപ്പില് 15 പേരെടുത്ത്. സ്നൈപ്പ് ഉറക്കോ? സ്നൈപ്പ് സ്നൈപ്പ് വന്നില്ലെങ്കിൽ ചൂട് കേറണേ. ചൂടെ അണ്ണം ബിസി ആണെങ്കിൽ പോയിട്ട് വായോ. ഇല്ലില്ല എടാ ഒരു മിനിറ്റ്. എടാ ഒരു ഗ്യാങ് കൊണ്ട് എടുത്തടാ. എന്നാലും ഇത്ര നാൾ എവിടെയായിരുന്നു റബേക്ക? സൂസനുമായിട്ട് സെറ്റ് ആയപ്പോ നമുക്കാരും ഇല്ലാതായില്ലേ, ഞാനങ്ങ് പോയി. അറിയാലോ സൂസൻ എങ്ങനെയായിരുന്നു. എനിക്ക് റബേക്ക കേറ വണ്ടി ഡ്രൈവ് സീറ്റ് ഒന്ന് മാറടാ. വാ റബേക്ക കേറും. ആരും കൂട്ടുവേണ്ട ഞാൻ പെട്ടെന്ന് വരാം. ഇപ്പൊ തന്നെ വരാം. ഞാൻ വന്നാലണ്ണ കൂട്ടിന് ആര് വരണ വണ്ടിക്കകത്ത് ഇറങ്ങണ. സാർക്ക് ഒരു സേഫ്റ്റിയും വേണ്ട. റബേക്ക ഇരുന്നോ? പറ്റുന്നില്ല. അവരിന്റെ ഞാൻ വണ്ടി ഓടിക്കാം. ഓ വേണ്ട നീ വല്ല ആനയെ മേച്ചോ. ഇല്ലടാ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുക. യു ആർ ഡ്രൈവർ. ഞാൻ ഓട്ടിക്കണ. ഈ വണ്ടി മാറ്റി. ബൈക്ക് ഉണ്ടല്ലോ. ഇതില് കേറിക്കോ റബേക്ക. ഇതില് കേറിക്കോ. അണ്ണാ കേക്കാവോ? അല്ല വണ്ടിയൊക്കെ മാറിപ്പോയല്ലോ. റബേക്ക വണ്ടി മാത്രോ? എല്ലാം മാറിയില്ലേ?
ടിവിയിലുള്ള ആൾക്കാർ വരെ മാറി. പിന്നാണോ വണ്ടി? ബാബു ചേട്ടൻ ബാബു ഉണ്ട് ഇവിടെ. കണ്ടില്ലെന്നേ. അതെ സരക്കിനെ ബാബു ചേട്ടൻ ഒരു ഓർമ്മയുണ്ടോ? കുട്ടിക്ക് ഇഷ്ടാന്ന് ഇന്നലെ പറഞ്ഞു. സരക്കിനെ ഓർമ്മയുണ്ടോ? അണ്ണാ അത് മാത്രമാണ് പറയുന്നത്. അണ്ണൻ ബാക്കി എന്താണെങ്കിലും എന്നോട് ചോദിച്ചോ, അപ്പാപ്പനോട് ചോദിച്ചോ, ഞാൻ പറയും. സൂസനെ പറ്റി പറയും. സൂസനെ പറ്റി പറയുമ്പോ എനിക്കുള്ള അതേ വിഷമല്ലേ? അപ്പൊ സൂസനെ പറ്റി പറയുമ്പോ എനിക്ക് ഈ വിഷമല്ലേ ഉണ്ടാവുന്നത്? എന്നാ ഞാൻ പറയാം. എന്നെ കൂടെ കൊണ്ടുപോകാൻ തരാം. അപ്പൊ സൂസനെ പറ്റി പറയരുത്. ഇല്ല 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 ഇനി പറയത്തില്ല. മ്യൂച്വൽ കോൺട്രാക്ട് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പറയത്തില്ലേ. ഓക്കെ 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 അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഇവിടെ ഇറക്കി വിടാനാണോ അണ്ണൻ ആ വണ്ടി എടുത്ത് ഇവിടെ വരെ വന്നത്? അല്ല 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 ഞാൻ വണ്ടി എടുത്തരാം സൂസന്. വാ. സൂസനാ? റബേക്കയ്ക്ക് വണ്ടി എടുത്തരാം. ഈ മാറ്റർ എടുത്തിടല്ലേ റബേക്ക? എന്തിനാണ്? ഞാൻ മറന്നിരിക്കണ കാര്യമല്ലേ ഇതൊക്കെ? എന്നെ വീട്ടിൽ ബ്രെയിൻ ഫീഡ് ചെയ്യണ എന്തിനാ? ഇമോഷൻ ഡാമേജ് ആവല്ലേ? വാ. എങ്ങനത്തെ വണ്ടി വേണം? 2 സീറ്റർ വേണോ, 4 സീറ്റർ വേണോ, 6 സീറ്റർ വേണോ, 7 സീറ്റർ വേണോ? അണ്ണൻ സ്കൂളൊന്നും പണിഞ്ഞിട്ടില്ല. അണ്ണൻ ഏതെങ്കിലും 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന വണ്ടി. 2 പേരെന്ന് പറയുമ്പോ മറ്റേ ആളാരാണ്? അത് മറ്റേ ഇന്നലെ ഞാൻ പറഞ്ഞില്ല, ഒരു നീലക്കുയില് കുട്ടി. പെൺകുട്ടി. അണ്ണനെ കാണുമ്പോ എനിക്കൊരു പാട്ട് ഓർമ്മ വരുന്നുണ്ട്, പഴയ പാട്ട്. ബാഗി പാൻസും അങ്ങനത്തെ ഒരു പാട്ടില്ലേ? ഏതാണ്? എന്തൊരു ബാഗി പാൻസും അണിഞ്ഞ് സിറ്റിയിൽ ചുറ്റി നടക്കാന്ന് അങ്ങനെ ഒരു പാട്ടില്ലേ? അത് വേണ്ട. വേണ്ട. ഇതെടുത്തോ. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. അപ്പൊ ഒരു സെക്കൻഡ്. അക്സെപ്റ്റ് ചെയ്യാൻ അറിയണേ, അല്ല ഞാൻ പുഴുക്കും. ഇതെങ്ങനെ വാങ്ങാം? കാണാറേക്ക. ഓക്കെ. ഇതിന്റെ കീ ഉണ്ടെങ്കിലേ എനിക്ക് തോന്നുന്നു ഇത് എടുക്കാൻ പറ്റുള്ളൂ. ഏതിന്റെ വണ്ടിയുടെ ഏത് കീ എന്ന് എങ്ങനെ അറിയും? ഇല്ല ഞാൻ കീ തരാം. കീ തരാം. ആദ്യം അണ്ണന് ഞാൻ ലിഫ്റ്റ് തന്നു, ഇപ്പൊ അണ്ണൻ എനിക്ക് ലിഫ്റ്റ് ചെയ്തു. വാട്ട് എ കോയിൻസിഡൻസ്. സത്യല്ലേ? നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടണത് മിസ്റ്റർ ബീൻ വണ്ടിക്കകത്ത്. റബേക്ക എനിക്ക് 3 വർഷം എത്ര വർഷമായിട്ടുണ്ടാവും? 4 വർഷം. ഓ മൈ ഗോഡ്, 4 വർഷമൊക്കെ പോയ പോക്കേ. അതെ, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ ദേഷ്യപ്പെടുത്തില്ലല്ലോ? ഇല്ല പറയാ. ഒരു ജോലി അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു സ്കൂൾ ഉണ്ടെന്ന് അറിഞ്ഞ ആ സ്കൂളിൽ ഓണർ ഈ പറയുന്ന എലിയാണ്. ഒരിക്കലും പോരുത്. എനിക്ക് ജോലി ഞാൻ തരാം. റബേക്കയ്ക്ക് ജോലി ഞാൻ തരാം. എനിക്ക് പെമ്പിള്ളാരുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ട് കൺഫ്യൂസ് ആകും. കാരണം എന്താണെന്ന് വെച്ചിട്ടുള്ള ഞാൻ ഫ്രീക്വന്റ് ആയിട്ട് ഉപയോഗിക്കാറില്ലല്ലോ. നമുക്ക് വല്ലപ്പോഴും വരുന്നതായതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ വരും. എനിക്ക് കീ കിട്ടിയില്ല. ഇല്ല കീ വേണ്ട. ജസ്റ്റ് തുറന്നു നോക്കി ലോക്ക് ചെയ്തിരുന്നു. ലോക്ക് എനിക്ക് എന്റെ കീ കിട്ടും. ഓക്കെ അല്ലേ? വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്ക്. 4 വർഷം എന്തോ ആയല്ലേ? നിങ്ങളൊക്കെ RP ഓർക്കുന്നുണ്ടോ? കേട്ടാന്നില്ല. ഓക്കെ. അപ്പൊ റബേക്ക ഞാനേ കൺസൈൻമെന്റിന് പോയിട്ട് വന്നിട്ട് ഞാൻ വിളിക്കാം. ഓക്കെ അപ്പൊ സേഫ് ആയിട്ട് പോയിട്ടോ. ഓക്കെ സീ യു റബേക്ക. ബൈ. ഉമ്മേന്നല്ല ബൈ എന്നാ പറഞ്ഞേ. കുഴപ്പമില്ല, ശരി പോയിട്ട് വാ. നൈസാണ്, ഇടക്കൂടെ കിട്ടിയാടാ എനിക്ക്. അപ്പൊ ഉമ്മേന്ന് പറഞ്ഞായിരുന്നു പ്രശ്നമില്ലായിരുന്നു കേട്ടാ. അയ്യോ, ഞാൻ കുറച്ച് അടുത്ത കേസായത്. ആരും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ? വേറെ ആരും കേട്ട് കാണില്ലല്ലോ അല്ലേ? ഇത് നമ്മൾ മാത്രം അറിയാൻ പാടുള്ളൂ കേട്ടല്ല. നിങ്ങളുടെ എല്ലായിടത്തും വേണ്ടിയാ പറയാണേ, ഇത് നമ്മൾ മാത്രമേ അറിയാൻ പാടുള്ളൂ. ആരാടാ പ്രസവിച്ചെടുക്കണേ? ഹലോ, ഏതാ ആശുപത്രിയിലോട്ടാ വണ്ടി പോണേ?
വിശ്വാസം ഇല്ലാത്ത 14,000 പേരെ കേട്ടുള്ളൂ. എന്നാലും അതെങ്ങനെ? അയ്യോ എടാ എല്ലാരും കേറിയോ? 10:33 കൺസൈൻമെന്റ് ഇടയ്ക്ക് ചുമ്മാ സില്ലി കാര്യങ്ങൾ എടുത്തിട്ടല്ലേ ചാറ്റില്. ഹലോ എടാ ബാക്കിയുള്ളവരെല്ലാം എവിടെ പോയടാ? റെഡിയായി നിക്കണേ. ലാസ്റ്റ് മിനിറ്റ് പിന്നെ ഇതാക്കല്ലേ, പോസ്റ്റ് ആക്കല്ലേ. ഇതാരാ? സ്റ്റീവ് ആണോ? സ്റ്റീവേ ഹലോ. ഇവന്റെ ഒക്കെ തലയിൽ എടാ നീയൊക്കെ ഈ തലയിൽ ഈ തുണി ഇടുന്നത് നിർത്തണേടാ. ആരാണെന്ന് പോലും മനസ്സിലാവത്തില്ല. ഹലോ എടാ ഹലോ ഇവിടെ എന്താ കണക്കിട്ട് സാവേജ് ആണോ അത്? TDM പോവാനോ? എടാ ഞാൻ ഈ സിറ്റിയിലേക്ക് TDM കളിച്ചിട്ട് എത്ര നാളായെന്നറിയോ നിങ്ങക്ക്? ഞാൻ ഈ സിറ്റിയിലെ TDM ഒന്നും കളിക്കാറില്ല. എനിക്ക് ഈ PvP ഗ്രൈൻഡ് ചെയ്യണതിനോട്, ഇവിടെ PvP ഗ്രൈൻഡ് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ലടാ. എനിക്കെന്തോ എനിക്ക് അറിഞ്ഞൂടാ. ബാക്കി എല്ലാ ഗെയിംസും ഞാൻ കൺഫോർ ഗ്രൈൻഡ് ചെയ്യാനിരിക്കും. എനിക്ക് TDM കളിക്കുന്നതിനോട് വലിയത്. ഹലോ 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 ആരാ? ഹലോ വാസനല്ലേ? ഞാൻ ഹോസ്റ്റിനാണ്. എന്തോ ഗ്യാങ് ഓഫ് ഒന്ന് കയറി കാണാൻ പറ്റുമോ? ഓ കേറി കണ്ടോ കുഴപ്പമില്ല. നിങ്ങളോട് തന്നെ ഒന്ന് കാണാൻ പറ്റുമോ? ഇല്ല ഞങ്ങള് കൺസൈൻമെന്റിന് പോവാ ബ്രോ. കൺസൈൻമെന്റ് ഉണ്ട്. ഓക്കെ ഹലോ ആ പറയടാ. 2 പ്രാവശ്യം ഇതാക്കിയത്. എടാ നമ്മുടെ നമ്മുടെ അല്ല ഓരോരുത്തരും അടുത്ത ആരും ഉണ്ടാവാൻ പാടില്ല. വന്നേ നമ്മുടെ കോ ലീഡർ എന്തായാലും പോയി. പുള്ളി ഇനി തിരിച്ചു വരൂല. നമുക്കൊരു പുതിയ കോ ലീഡർ വേണം. നിന്റെ ഒരു അഭിപ്രായത്തില് നിന്റെ ഒരു സജഷൻ ആരാണ് ഒരു നല്ല കോ ലീഡർ ആവാൻ നമുക്ക് ഇനി യോഗ്യതയുള്ള? അങ്ങനൊന്നുമില്ല. ഇപ്പൊ കറന്റ്ലി കോ ലീഡർ സ്ഥാനത്തേക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുമെന്നൊക്കെ റെസ്പോൺസ് അല്ല, അവൈലബിലിറ്റി, പക്വത, മാന്യമായ സംസാരം, ആങ്കർ മാനേജ്മെന്റ്, ഇതൊക്കെ ഉള്ള ഒരാള്. മന്ദാരം ഒരു ഓപ്ഷനാണ്, അല്ലെങ്കിൽ നീലൻ. മന്ദാരം അല്ലേ നീലൻ? ഒരാളെ പറയണം. നീലൻ. ഹലോ എടാ നീ ഒന്നാ സീവേ. ശിവേ നമുക്ക് നമ്മുടെ കോ ലീഡറിന് പെർമനന്റ് ബാൻ ആണ്. അപ്പൊ ഇനി ഇല്ല, സിറ്റിയിലോട്ടില്ല പുള്ളി പോയി. അപ്പൊ നമുക്ക് ഒരു നല്ലൊരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കോ ലീഡർ വേണം, കാര്യങ്ങളൊക്കെ ഒന്ന് ഏറ്റെടുത്ത് നോക്കി നടത്താൻ വേണ്ടിയിട്ട്. അപ്പൊ നിന്റെ ഒരു സജഷൻ ആരായിരിക്കും? പക്വത, അതേപോലെ നല്ല സംസാര രീതി, എല്ലാം ഉള്ള എന്റെ ഒരു അഭിപ്രായത്തില് ഒരാളെ സജസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ, ഒറ്റ ഒരാളെ. വേറെ കോ ലീഡർ വേണോ? നീ എന്തിനാണ് നോക്കുന്നുണ്ടല്ലോ? വേണം കാര്യങ്ങളൊക്കെ നോക്കി കിടത്താൻ, ഈ ഫണ്ടൊക്കെ എടുത്തു കൊടുക്കാനും മാനേജ് ചെയ്യാനൊക്കെ ഒരാൾ വേണം. നീലന്റെ പേര് ഞാൻ പറഞ്ഞു തരാം. പക്ഷെ ഒരു മടിയന മന്ദാരം ഫുള്ളാണ്, എല്ലാ കാര്യവും അശ്വതിയോടെ ചെയ്യുന്നുണ്ട്. ഒരാളെ ഫൈനൽ വേർഡ് ഒരാളെ പറയണം. ഞാൻ എന്റെ ഒപ്പീനിയൻസ് ഞാൻ പറയാണ്. അതിൽ നിന്ന് അണ്ണന് ബെറ്റർ ആരോന്ന് അണ്ണൻ പറഞ്ഞാൽ മതി. കോച്ച് നല്ലൊരു സൂട്ടബിൾ കാര്യമാണ്. പക്ഷെ കോച്ച് എന്നെ പറഞ്ഞിട്ടുണ്ട്, കോച്ചിന് ആ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാൻ വയ്യ. കോച്ച് ഇങ്ങനെ പിള്ളേരെ കയറ്റി വള്ളി എടുത്തിറങ്ങണം എന്നുള്ള രീതിയില്. അല്ല നിനക്ക് ഒരു ഫൈനൽ നെയിം പറയണം, ഒറ്റ ഫൈനൽ നെയിം. ഞാൻ ഇങ്ങനെ ഓരോരുത്തരടുത്ത് ചോദിച്ചോണ്ടിരിക്കുക. മന്ദാരം. ഓക്കെടാ, താങ്ക് യു. മെമ്പർ റോളൊക്കെ പോയി. എടാ ഇത് നീലനാണോ? മറ്റേതല്ല നീലൻ. ഡോർ കിങ് വന്നേ. എല്ലാം വണ്ടി എടുത്തിട്ട് വെളിയില് വാങ്ങടാ. ടൈം നമ്മളെ വെളിയിൽ
ഡോർക്കി നമുക്ക് നമ്മുടെ കോ-ലീഡറിനെ തല്ലിക്കൊന്നു അറിഞ്ഞില്ലേ? പുള്ളിയെ കൊന്നു പറഞ്ഞ് പുള്ളിക്കിനി 1000 ദിവസം കഴിഞ്ഞാലും വരാൻ പറ്റില്ലെന്നാണ് പറയണം. നല്ല കാര്യം. അപ്പൊ നമ്മളെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നടത്താൻ വേണ്ടിട്ട് നമുക്കൊരു നല്ലൊരു കോ-ലീഡർ വേണം. അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോ മെമ്പേഴ്സിന്റെ അഭിപ്രായങ്ങൾ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ നിനക്ക് ആരെങ്കിലും ഒരാളെ സജസ്റ്റ് ചെയ്യാൻ പറ്റും? ഒറ്റ പേരെ പറയാൻ പാടുള്ളൂ, ഒരാളെ സജസ്റ്റ് ചെയ്യണം. സ്വന്തം പേര് പറയാൻ പറ്റുമോ? ഇഷ്ടമുള്ളത് പറയാം. ലിസ്റ്റ് നോക്കിട്ട് അങ്ങനെ ആരും കാണാനുള്ള നോക്കട്ടെ, ഒന്നുകൂടി നോക്കട്ടെ. നല്ല കാര്യം. കണ്ണാപ്പി ആക്കിയാലേ ഒരു പേര്, നിനക്ക് ഇഷ്ടമുള്ള ഒരു പേര് പറയാം. അതായത് നല്ല സംസാര രീതി, സിറ്റുവേഷൻ നന്നായിട്ട് മാനേജ് ചെയ്യുന്ന ആള്, ഫുൾ ടൈം അവൈലബിള്, അങ്ങനെയൊക്കെ ഉള്ള ഒരു പേര് പറയാം. കണ്ണാപ്പി ഉറപ്പിച്ച്. കണ്ണാപ്പി. ഈ ഇപ്പൊ നിങ്ങക്ക് ഒരു കാര്യം പിടിയിട്ടില്ലേ? ഡോർക്കിയൊക്കെ ഈസിയായിട്ട് സ്വാധീനിക്കാൻ പറ്റുന്ന ആൾക്കാരാ, മനസ്സിലായ? സ്വാധീനിച്ച എടാ വണ്ടി എടുത്ത് വെളിയിറങ്ങിയേ. ഇന്ന് 10 മിനിറ്റ് കൂടെ ഉള്ളു. 10 മിനിറ്റ്. വാ കൊണയടിക്കുള്ള സമയമില്ല. 3 വണ്ടി പുറത്തുണ്ട്. വേറെ ആരും കാണുന്നില്ല ഇവിടെ ഒന്നും. എടാ ഇത് 5 വണ്ടിയാണോടാ? ഇത് 5 6 വണ്ടിയോ? 6 വണ്ടി. കോച്ച് പറഞ്ഞോ. ഞാൻ ചുമ്മാ സുത്തുമല്ല, ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നതാണ്. യു ഹാവ് ബീൻ സസ്പെൻഡഡ് ഫോർ 5 days. ചോദ്യം ചെയ്യണോ ലീഡറിനെ? ഇനി ലീഡർ എങ്ങനെയാണ് കേട്ടോ? ഇവിടെ കുറച്ച് സ്ട്രിക്റ്റ് ആണ് ഞാൻ. ഒരു 20 വാ എല്ലാം റെഡിയാക്കോ. നമുക്ക് ഇറങ്ങാം വാ. പവർ ഗെയിമിങ്. എടാ ഞാൻ അങ്ങനൊക്കെ നിന്നിരുന്നെങ്കിൽ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ അങ്ങനൊക്കെ നിന്നിരുന്നെങ്കിൽ ഇങ്ങനൊരു ഗ്യാങ് ഉണ്ടാവൂലായിരുന്നു. സത്യം പറഞ്ഞു. പറയടാ. ഞാൻ അങ്ങോട്ട് വരുവാ. എനിക്ക് എന്റെ കൂടെ വണ്ടി കയറലടാ. വേറെ ഏതെങ്കിലും വണ്ടി കയറണ കണ്ണാപ്പി? എനിക്ക് താല്പര്യമില്ല. மன்னிச்சிருக்க வாசு, என்ன அப்படியே ப்ளீஸ் வாசு, சஸ்பென்ஷன்ல கொடுக்காதீங்க வாசு. സസ്പെൻഷൻ ഒന്നുമില്ല, ചുമ്മാ പറഞ്ഞതാ. ഓക്കെ ബ്രോ. ഹലോ മിസ്റ്റർ ടി വി പരന്തുവാസു അല്ലേ? അതെ. നമ്മള് മിസ്റ്റർ ജോക്കി നിങ്ങളുടെ മറ്റേ ഗോഡ് ഫാദർ അല്ലായിരുന്നു? അതുമായിട്ട് ഒരു ബിസിനസ് ഡീൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് സംസാരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ആൾ അവൈലബിൾ ആകുമ്പോ നമ്മളെ ഒന്ന് കോൺടാക്ട്. ഞാൻ വിളിക്കാം. ഇന്ന് നമുക്ക് മിസ്റ്റർ എക്സിന് ഒരു കൺസൈൻമെന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ അതിനുവേണ്ടി പോകാൻ ഇറങ്ങി നിൽക്കുവായിരുന്നു. ഓക്കെ നോ പ്രോബ്ലം. ആള് വരുമ്പോ ഒന്ന് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യും. കാരണം നിങ്ങളുടെ മറ്റേ അന്നത്തെ ഒരു ബിസിനസ് പറഞ്ഞില്ല, അപ്പൊ അതിന്റെ ഒരു എൻക്വയറി വന്നിട്ടുണ്ട്. അതിന് ഓക്കെ ഉറപ്പായിട്ടും. എടാ വാ, വണ്ടി എടുത്ത് വാടാ. എല്ലാരും എന്തിടാ? നീ ഏതെങ്കിലും വണ്ടിക്കകത്ത് കയറിക്കോട്ടെ. ഞാൻ എല്ലാം കൂടെ കളിക്കാം. എനിക്ക് വയ്യ. വിട്ടോ. ഞാൻ ഏറ്റവും മുന്നിലത്തെ വണ്ടിയിലടാ. 2232 വിളിക്കോ? ഒരു കാര്യം പറ, നീ ഒന്ന് 2019 ഐഡിയ കേട്ടോ. പാവം കണ്ണൻ, എന്തൊരു വിഷമം. ഹലോ, വിളിക്കാൻ പറഞ്ഞിരുന്നു. ഇത് വാസല്ലേ? അതെ.
അതെന്ന് വെച്ചാലേ നിങ്ങൾ നമ്മള് പഴയ ഡാർക്ക് ചാറ്റിന്റെ ആക്സസ് എല്ലാം നിങ്ങൾക്ക് പോയി കാണുമല്ലോ പഴയ ഫോൺ പോയപ്പോഴേ. ജസ്റ്റ് അതിനകത്തോട്ട് മെമ്പർഷിപ്പ് ഒന്ന് എടുക്കാം. അതാകുമ്പോ നിങ്ങൾ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ ഇച്ചിരി എളുപ്പമാവും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അത് ഫ്രീ ടൈം കിട്ടുവാണെങ്കിൽ ഇത് ജോയിൻ ചെയ്തിട്ടെ കൺസൈൻമെന്റ് സ്റ്റാർട്ട് കഴിയുമ്പോൾ നമ്മളെ അതിനകത്തോട് അറിയിച്ചാൽ മതി. അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞുതരാം അതിന്റെ ഡീറ്റെയിൽ. ആദ്യം ഡാർക്ക് ചാറ്റിൽ ഒരു അക്കൗണ്ട് എടുക്കുക. അതിനകത്ത് അക്കൗണ്ട് എടുത്ത് കഴിയുമ്പോൾ ഏറ്റവും ടോപ്പ് കോർണറിൽ ഒരു ആഡ് സിമ്പിൾ ആണ്. അവിടെ ആഡ് കൊടുത്തിട്ട് ജോയിൻ റൂം കൊടുക്കുക. ജോയിൻ റൂമിനകത്ത് റൂം കോഡ് ചോദിക്കും. ആ കോഡിന്റെ അവിടെ ഷാഡോസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഷാഡോസ് എന്ന് അടിക്കുക. അത് കുഴപ്പമില്ല, കേസ് സെൻസിറ്റീവ് അല്ല. അപ്പൊ ഷാഡോസ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോ അവിടെ എന്നിട്ട് ജോയിൻ കൊടുക്കുമ്പോ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് 948. ജസ്റ്റ് അതിനകത്ത് പേര് കൊടുക്കുമ്പം TV എന്നുള്ളത് ജസ്റ്റ് ഇതായിട്ട് കൊടുക്കാം. അതാകുമ്പോ നമുക്ക് കോൾസ് വരുമ്പോ ഐഡന്റിഫൈ എളുപ്പമായിരിക്കും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചാൽ മതി. ഓക്കെ. പ്ലസ് അടിച്ചു. ജോയിൻ റൂം കോഡ് ഷാഡോസ് ജോയിൻ. എന്താ പാസ്വേഡ് എത്രയായിരുന്നു? 948. നീ ഹെൽമെറ്റ് ഒന്നും ഇടുന്നില്ലേ? എന്ത് 2019 നീ കളിക്കുന്നത്? 2019 നീ? മന്ദബുദ്ധി, ഞാൻ 2019 കളിക്കുന്ന ആ ഡീമൻ. ഹെൽമെറ്റ് ഒന്നും പ്ലെയർ ബ്രോ. ഇവരൊക്കെ എന്താണ് ലിസ്റ്റിലായിടുന്ന പേര്? എവിടെ സിറ്റിയിലുണ്ട്. അവിടെ കളക്ട് ചെയ്യാൻ പറ. ആഷിന് വരം കേറാൻ പറ. ടയറൊന്നും പൊട്ടിക്കില്ല. എടാ സ്നൈപ്പിന് വരം ചൂട് കേറിയില്ലേ? അപ്പൊ ഇനി ആരാ? അപ്പൊ കണ്ണാപ്പി വന്നില്ല. സെക്കൻഡ് കേറേ. അതാ പറഞ്ഞത് കേട്ടില്ല. അതാ പറഞ്ഞേ. ഇല്ലല്ലോ സെക്കൻഡ് ലിസ്റ്റിലുണ്ടോ? ഇല്ലല്ലോ. ശരിയാണല്ലോ. ശരി. വേറെ ആരാ ഇനി എക്സ്ട്രാ? SRK ഉണ്ടല്ലേ? എന്നാ കണ്ണാപ്പി വന്നില്ല. SRK കയറിക്കോടാ. എടാ അല്ല, മോബി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. മോബി ഉണ്ടോ? വന്നോ? മോബി കേറാ. മോബി കേറിക്കോ. മോബി കേക്കോ? ഹലോ സ്നൈപ്പ് കേറുവാന്നോ? എടാ ആരിലും എന്തിലും ഒന്ന് പറയടാ. കണ്ണാപ്പി കേറുവാണെന്ന് പറഞ്ഞിട്ടേക്കുന്നത്. എടാ ആഷിന് വരം മോബി കയറിക്കോ. ഒരുതിന്റെ പേര് ആഷിന് വരം മോബി കയറിക്കോ. ഇനിയിപ്പോ സമയമില്ല. വാടാ, 10:47 അവര് വിളിച്ചടാ. പെട്ടെന്ന് വാടാ. എനിക്ക് അറിഞ്ഞൂടാ ഈ ലാസ്റ്റ് മിനിറ്റിൽ ഞാൻ എന്ത് പറയാനാണ്. നമ്മള് റെഡിയെന്ന് ചോദിക്കൂല. പീഡി റെഡിയാണ്. എടാ ഞാൻ ചോദിച്ചോട്ടെ, ആറ് വണ്ടി ഒന്ന് എടുത്തിടുവോ പ്ലീസ്? 6 വണ്ടി ഒന്ന് എടുക്കുവോ? ഗൈസ് ജൂഡെന്ന് പറഞ്ഞ് വിഷമിക്കാനൊന്നും ഇല്ല ഗൈസ്. ജൂഡിനോട് ഓൾറെഡി പറഞ്ഞു വെച്ചിരിക്കുക ഗൈസ്. ഇതെല്ലാം ഞാൻ ഓൾറെഡി ഓഫ്ലൈനിൽ ഡിസ്കസ് ചെയ്തതാ. നിങ്ങൾ ഇങ്ങനെ ഇതാക്കാതെ ഗൈസ്. നിങ്ങൾ അവരെ ഇതാക്കാതെ. അവരടുത്ത് ഓൾറെഡി പറഞ്ഞതാ. ഇതിനൊന്നും പാവം അങ്ങനൊന്നും ഇല്ല. അവനോട് ഞാൻ മെസ്സേജ്, അവൻ ഓക്കെയാണ്, ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞ. നിങ്ങൾ ചാറ്റിൽ ഇങ്ങനെ കരച്ചിൽ വാരി തൂറി എറിയാതെ. അല്ല, അത് കാണുമ്പോഴാണ് അവന്മാർക്ക് ഈ മറ്റേ ഇത് തോന്നണേ. പാവം ചൂടെന്ന് പറയാൻ അവന് കിക്ക് ചെയ്തു. ഒരു സിറ്റുവേഷൻ അല്ലേ ഗൈസ്? 15 പേരുടെ സിറ്റുവേഷനിൽ 20 പേരെ ഞാൻ എങ്ങനെ കളിപ്പിക്കും? എന്റെ പൊന്നോ. എടാ ഇപ്പൊ റേഡിയോയിൽ എത്ര പേരുണ്ട്? 1 2 3 4 5 6 7 8 9 10 13 പേരെ ഉള്ളു ഇപ്പോഴും.
14 വരണം. 14 പേരുണ്ടോ? 1 2 14 ഉണ്ട്. 5 6 7 8 9 10 11 12 14. ഇനി ആരാ വരാനുള്ള? അപ്പൊ കണ്ണാപ്പിയോ? കോച്ച് സ്നൈപ്പും കണ്ണാപ്പിയും കേറുന്നുണ്ടെന്ന്. ആരേലും ഫസ്റ്റ് വരുന്ന ആരാന്ന് വെച്ചാൽ കേറിക്കോട്ടെ. സ്നൈപ്പോ കണ്ണാപ്പി ആരാന്ന് വെച്ചാൽ കേറിക്കോട്ടെ. എക്സ്ട്രാ ക്യാൻ ഉണ്ടെന്ന് ശീനകത്ത് വെക്കോ. ആരുടെ സിറ്റുവേഷൻ അല്ല ബ്രോ, കൺസൈൻമെന്റ്. ആദ്യം കേറുന്ന ഹലോ കണ്ണാപ്പി ഇച്ചിരി മുമ്പ് ഇറങ്ങിപ്പോയില്ലേ? ഇതല്ല എലക്ഷൻ വന്നോ? വണ്ടി കയറി പോവാൻ സമയമില്ല. 10:49 ഇനി നോക്കിക്കാൻ പറ്റില്ല. എടാ ബാക്കി എല്ലാ വണ്ടി ഒന്ന് വരുമോ? എലക്ഷൻ കേറി. എന്താടാ എന്റെ ലോഡൊന്നും അല്ല. വണ്ടി പിക്ക് ചെയ്തിട്ട് എന്റെ വണ്ടി ഫുള്ളാ. വണ്ടി ഫുള്ളാ. എടാ മോബി AFK ആണോ? ഹലോ മോബി ഇവിടെ ഉണ്ടോ? ഹലോ അണ്ണാ ഞാൻ അവിടെ ഉണ്ട്. നീ ഏത് വണ്ടിയിലാ? അല്ല ഞാൻ വണ്ടിയില്ല. ഞാൻ ഇല്ല ലൈനപ്പ് ഇട്ടിട്ടില്ലല്ലോ. ഉണ്ട് കേറ് സമയമില്ല, നമുക്ക് പോണം. വാ വണ്ടി എടുത്ത്. നീ എവിടാ? എടാ ഞാനൊന്ന് ചോദിക്കുന്നതിനൊന്ന് റെസ്പോണ്ട് ചെയ്തേടാ ആരല്ലോ ഒന്ന്. നമ്മുടെ വണ്ടികളെല്ലാം എന്ത് ചെയ്യടാ? നമ്മുടെ 6 വണ്ടി എന്ത് ചെയ്യേ? എന്നാ എല്ലാ വണ്ടി SMB വന്നേ. എല്ലാ വണ്ടി SMB. മോബി ഒരാളെ പിക്ക് ചെയ്യണേ. മോബി ഒരാളെ പിക്ക് ചെയ്യണേ. മോബിയെ എല്ലാരും പാവം. ഇപ്പൊ ഇതൊക്കെ അനുഭവിക്കുന്ന ഞാനാണ് അവിടെ ഭയങ്കരൻ. അപ്പൊ ഇലക്ഷന് വരെ ആരാടാ? വേറെ ആരുമില്ല. 14 വരെയുള്ള സ്റ്റിൽ ഒരാളുടെ വേണം. സ്നൈപ്പ് എത്തിയോ? പാവമാസു. അങ്ങനെ പറ. സഫറിംഗ് ഫ്രം സക്സസ്. പീഡിയില് നമ്മളെ അടിക്കാൻ വേണ്ടിയിട്ട് കേറിയ കുറെ ചേട്ടന്മാരുണ്ട്. നമ്മളെ അടിക്കണം, നമ്മളെ